നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ്? ഒരു MLA ആണ്. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട ഒരു MLA ആണ്. പക്ഷെ അദ്ദേഹത്തിനെ ക്രിമിനൽ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കള്ളനാണെന്നോ എന്ന് വിശേഷിപ്പിക്കാൻ തൽക്കാലം ആരുടെ കയ്യിലും ഒരു തെളിവുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കി അകത്തിടാനുള്ള എല്ലാവിധ സംവിധാനവും ഇന്നത്തെ ആഭ്യന്തര വകുപ്പിനുണ്ട്. മാത്രമല്ല, ആഭ്യന്തര വകുപ്പിന്റെ എപ്പോഴത്തെയും കണ്ണിലെ കരട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ ഏതെങ്കിലും ഒരു തരത്തിലൊരു തെളിവ് കിട്ടിയിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പണ്ടേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളെ തള്ളാൻ യാതൊരുവിധ മടിയും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല. ഇപ്പോഴത്തെ MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ പറയുന്ന വ്യക്തിക്ക് പൊതു ഇടങ്ങളിൽ ഇറങ്ങാൻ ആരും ഒരു ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു KSRTC ബസ്, അതായത് പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള KSRTC AC ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യുകയുണ്ടായി. ഇതിന് ആരുടെയും അറിവുണ്ടായിരുന്നില്ല എന്നാണ് പലരും പറയുന്നത്. അതായത് കോൺഗ്രസ് നേതാക്കളോ അതുപോലെ തന്നെ പാർട്ടിക്കകത്തുള്ള വ്യക്തികളിൽ നിന്നോ ആരുടെയും അറിവുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു MLA, ആ MLA ഒരു പാർട്ടി പരിപാടിയിലല്ല അദ്ദേഹം പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു പൊതുപരിപാടിയിലാണ് പങ്കെടുത്തത്. ആ പരിപാടി എന്തുകൊണ്ട് കോൺഗ്രസിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് എന്താണ് ഇവിടുത്തെ പ്രസക്തി? കാരണം കോൺഗ്രസിൽ നിന്നും വിട്ടുനിൽക്കുന്നയാളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ. പക്ഷെ അപ്പോഴും അവിടെ കോൺഗ്രസിലെ ചില ഖദർധാരികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പുത്തൂരിൽ നിന്നുമുള്ള ചില കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. ആ മണ്ഡലത്തിലെ തന്നെ ആരും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും ആർക്കും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാർക്കും ഉണ്ടായിരുന്നില്ല, DYFIക്കാർക്കും ഉണ്ടായിരുന്നില്ല, BJPക്കാർക്കും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ MLA എത്തും എന്ന് എത്തി ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന കാര്യം എന്തുകൊണ്ട് ആരോടും അറിയിച്ചില്ല എന്നുള്ള ഒരു പരസ്യ വിചാരണ ഇപ്പോൾ DYFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. നേരം പുലർന്നപ്പോഴാണ് സംഗതി കൈവിട്ടു പോയ കാര്യം DYFI തിരിച്ചറിഞ്ഞത്. അതിന് പിന്നാലെയാണ് DYFI നേരെ 10 മണിക്ക് ഓഫീസ് തുറക്കുന്നത് കാത്തിരുന്നു, മാധ്യമങ്ങൾ വരാനായി കാത്തിരുന്നു. ഓഫീസ് തുറന്നതിന് ശേഷം ഈ TDO ഓഫീസിലേക്ക് വരാനായി കാത്തിരുന്നു. അപ്പോഴേക്കുമാണ് DYFIയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും എല്ലാം കൂടി ഈ ഒരു ഓഫീസിലേക്ക് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. അദ്ദേഹം ഒരു ഓഫീസറാണ്, അദ്ദേഹത്തിന് അറിയില്ല ആരാണ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു MLA വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് മാറ്റി നിർത്തപ്പെടാൻ കഴിയുക? പക്ഷേ DYFIയുടെ ആരോപണം എന്ന് പറയാൻ, തനിക്ക് എന്ത് അധികാരമുള്ളത്? താൻ അറിഞ്ഞില്ലേ? താൻ എന്തുകൊണ്ട് പുറത്താരോടും പറഞ്ഞില്ല? എന്റെ ഈ പരിപാടിക്ക് ഒരു നോട്ടീസ് ഇല്ലേ, ഒരു ഫ്ലക്സ് ബോർഡ് ഇല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഒരു പരസ്യ വിചാരണയാണ് DYFI നടത്തുന്നത്. ക്രിമിനലായ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിലാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനൽ ആണെന്നൊക്കെ പറയാനുള്ള ഈ ചോദ്യം ചോദിക്കുന്നവരുടെ യോഗ്യത എന്താണ്, മര്യാദ എന്താണ്? അല്ലെങ്കിൽ രാഹുൽ ക്രിമിനൽ ആണെന്ന് ആരാണ് ഇവിടെ മുദ്ര കുത്തിയത്? നിങ്ങൾ അന്വേഷണം ഏർപ്പാടാക്കിയ ക്രൈംബ്രാഞ്ച് ആണോ? നിങ്ങൾ അന്വേഷണം ഏർപ്പാടാക്കിയ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയിരുന്നോ? നിങ്ങൾ അന്വേഷണത്തിന് ഏർപ്പാടാക്കിയ ക്രൈംബ്രാഞ്ച് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പേര് പറയാതെ തന്നെ ഇന്ന പെൺകുട്ടിയാണ് എന്ന ഇരയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും കണ്ടെത്താതെ പിന്നെ എങ്ങനെയാണ് DYFI നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാണ് എന്ന് പറയാൻ സാധിക്കുക? നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, രാഹുലിന് ആരും ഇവിടെ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഒരു MLA ആണ്, അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കേണ്ട ഘട്ടമുണ്ട്. പക്ഷേ അവസാന നിമിഷം ഈ പറയുന്ന പോലെ തന്നെ മുണ്ടും തലയിൽ ഇട്ട് മീശമാധവൻ സിനിമയിലെ പുരുഷ വന്നതുപോലെയാണ് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് എന്നാണ് പറയുന്നത്. രാഹുലിന് ഏതായാലും ഇതിപ്പോൾ ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടന്നില്ലെങ്കിൽ പോലും മറ്റു രീതിയിലെങ്കിലും അദ്ദേഹത്തിന് മണ്ഡലത്തിലെ കാര്യങ്ങൾ ഇടപെടാൻ യാതൊരുവിധ മടിയുമില്ല, അതിനുള്ള തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഗണേഷ് കുമാർ, അദ്ദേഹം മന്ത്രി ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ട്. മന്ത്രി തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്നും പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഈ ബസ് അനുമതി നൽകിയതും. മറ്റൊരു BJP പറഞ്ഞ മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത്, സത്യത്തിൽ ബാംഗ്ലൂരിലേക്ക് തന്നെ അദ്ദേഹം ഈ ബസ് നൽകിയത് ഏതായാലും നന്നായി, കുളിയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോകാമല്ലോ, അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടെ നോവറിയാം, ദുഃഖം അറിയാം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. മാത്രമല്ല, ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മാറി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൂടുതൽ സജീവമായിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള തർക്കം രൂക്ഷമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA KSRTC ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തതിനെ ചൊല്ലിയാണ് കോൺഗ്രസിൽ പുതിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. തങ്ങളെ അറിയിക്കാതെ പരിപാടി നടത്തിയതെന്ന കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ മൻസൂർ മണലാഞ്ചേരി പറയുന്നുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് മൻസൂറിന്റെ ശബ്ദ സന്ദേശം ഇട്ടത്. പുത്തൂരിൽ നിന്നുള്ള ആളുകൾ പരിപാടിക്ക് എത്തി, എന്നാൽ പുതുപ്പള്ളി തെരുവിൽ നിന്നുള്ളവരെ അറിയിച്ചില്ല. രഹസ്യമായി നടത്തിയ പരിപാടിയുടെ വിവരങ്ങൾ തങ്ങൾ ചോർത്തുമെന്നതിനാലാണോ ആരെയും അറിയിക്കാതെ ഇത്തരമുള്ള നീക്കം നടത്തിയത്
എന്നാണ് മൻസൂർ ചോദിക്കുന്നത്. എന്തുകൊണ്ട് തങ്ങളെ അറിയിച്ചില്ല എന്ന് വ്യക്തമാക്കണമെന്നും മൻസൂർ ചോദിക്കുകയാണ്. രാഹുലിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐയും BJPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പൊതുപരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ രാഹുലിനെ പരിഹസിച്ചാണ് ഡിവൈഎഫ്ഐയും BJPയും രംഗത്ത് വന്നത്. എന്തായാലും ഈ മൻസൂറിന്റെ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. ഇത് MLA ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല. നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലും നിങ്ങൾക്ക് മറ്റേ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റിനും DCC പ്രസിഡന്റിനും എന്ത് അവകാശം കോൺഗ്രസിലുണ്ടോ അതേ അവകാശങ്ങൾ ഈ പാർട്ടി അനുയായികൾക്കും മറ്റു പാർട്ടി ഭാരവാഹിത്വമുള്ളവർക്കും മറ്റുള്ള ആളുകൾക്കും ഉണ്ട്. പുത്തൂര് കിടക്കുന്ന ആൾക്ക് ഇവിടെ പുതുപ്പള്ളി തെരുവിൽ വന്ന് പരിപാടിക്ക് പങ്കെടുക്കുക പറഞ്ഞാൽ പുതുപ്പള്ളി തെരുവുകാർക്ക് എന്താ വരാൻ ബുദ്ധിമുട്ട് ഈ മൂക്കിൽ താഴെയുള്ള ആളുകൾക്ക്? അപ്പൊ അതിന് ആ ഒരു നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ആ സിസ്റ്റം എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഇന്നിപ്പോ എന്തായാലും ബ്ലോക്ക് കമ്മിറ്റി ഉണ്ടല്ലോ, 6 മണിക്ക് ബ്ലോക്ക് കമ്മിറ്റി കിടക്കണ്ടല്ലോ. അതിനൊക്കെ ചോദ്യം നടന്നിട്ട് നടക്കുള്ളൂ. ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിക്കും, മറുപടി തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് അവിടെ വന്ന് പറയും.